നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. മൂന്നാം ബലാത്സംഗ പരാതിയിൽ ഇന്ന് പുലർച്ചെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൂങ്കുഴലി IPS ചോദ്യം ചെയ്യുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീല ട്രോളി ബാഗ് വിവാദമുണ്ടായ KPM റീജൻസിയിൽ നിന്ന് തന്നെയാണ് മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണും പിടിച്ചെടുത്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് മെഡിക്കൽ കോളേജ് ICUവിൽ തുടരുന്നു. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലും കൂടി തന്ത്രി പ്രതിയാകും. തിരുവനന്തപുരത്ത് മുന്നണികൾക്ക് നിർണായകമായ വിഴിഞ്ഞം വാർഡ് തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ 14-ന് ലക്ഷദീപം ചടങ്ങ് നടക്കും. 13-ന് ചൊവ്വാഴ്ച ട്രയൽ റൺ നടത്തും. തെരുവ് വിളക്കുകളില്ലാതെയും അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരിക്കാതെയും അമിത വേഗതയും അശ്രദ്ധയും ശിക്ഷിക്കപ്പെടാതെയും നിരത്തിൽ ജീവനുകൾ പൊലിയുന്നതിൽ വ്യാപക പ്രതിഷേധം. 2 വർഷത്തിനുള്ളിൽ തെരുവ് നായ ഉയർത്തുന്ന വെല്ലുവിളികൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് നെടുമങ്ങാട് നഗരസഭാ ചെയർമാൻ R ജയദേവൻ ഫോണിൻ പ്രോഗ്രാമിൽ പറഞ്ഞു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. നിർബന്ധിത മതപരിവർത്തനത്തിന് പെൺകുട്ടികളെ വിധേയമാക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. കമ്മീഷന്റെ ശുപാർശയിൽ അഭിപ്രായമറിയിക്കാൻ ആഭ്യന്തര വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. കൊച്ചി മേയർ മിനിമോൾ തന്റെ സ്ഥാനലബ്ധിയിൽ ലത്തീൻ സമുദായ നേതാക്കൾക്ക് നന്ദി പറഞ്ഞു. കേരള റീജൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ മിനിമോൾ. കഴക്കൂട്ടം കാരോട് നാഷണൽ ഹൈവേയിൽ 50 കിലോ കഞ്ചാവുമായി 4 പേരെ ഡാൻസ് ഓഫ് സംഘം ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രം ദർശിച്ച് പൂജ നടത്തി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരത്തെ ജനപ്രതിനിധികളുമായി അമിത് ഷാ ചർച്ച നടത്തി. രാത്രി 7 മണിയോടെ ഡൽഹിയിലേക്ക് മടങ്ങും. നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങളും വെടിയുതിർക്കുമെന്ന് ഇറാന് താക്കീത് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുവെന്നും ട്രംപ് ആവർത്തിച്ചു. 8 യുദ്ധങ്ങൾ നിർദ്ദിച്ച തനിക്ക് 8 നോബലിന് അർഹതയുണ്ടെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞു. മുൻ പ്രസിഡന്റ് ഒബാമ എന്ത് ചെയ്തിട്ടാണ് നോബൽ കൊടുത്തതെന്നും ട്രംപ് ചോദിച്ചു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.